മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി മരിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഹൈന്ദവ ആചാരപ്രകാരമായിരുന്നു കർമ്മങ്ങൾ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണ് അമ്മയുടെ സഞ്ചയന കർമ്മങ്ങൾ നടക്കുക. തിരുവനന്തപുരത്തെ കുടുംബവീട്ടിൽ ഭർത്താവിനും മൂത്ത മകനുമൊപ്പമാണ് അമ്മയുടെ അന്ത്യവിശ്രമം. 90 വയസ്സുവരെയും അമ്മയെ പൊന്നുപോലെ നോക്കാൻ തിരക്കിന്റെ ഇടയിലും ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അമ്മയുടെ നേരിയ ശബ്ദം കേൾക്കാനൊക്കെയും ലാലേട്ടൻ ശ്രമിച്ചിരുന്നു. അമ്മയുടെ ഭൗതികദേഹം ദർശനത്തിന് വെച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും അവിടെ നിന്നും മാറാത്ത മകനെയാണ് കണ്ടത്. പിന്നീട് വരുന്ന ആളുകളെയെല്ലാം ചെറുപുഞ്ചിരിയോടെ സ്വീകരിക്കുന്നു. അമ്മയ്ക്ക് രാജകീയമായ രീതിയിൽ യാത്രയയപ്പ് നൽകുന്നു. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് അമ്മയുടെ അന്തിമാഭിലാഷം നടത്തിക്കൊടുക്കുന്നു. അങ്ങനെ ഈ ജന്മം അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും ഉത്തരവാദിത്വങ്ങളും നൽകിയ മകനെന്ന നിലയിൽ മോഹൻലാൽ അമ്മയെ യാത്രയാക്കിയത്. കൊച്ചുമക്കളും മരുമക്കളും അമ്മയ്ക്ക് യാത്രയയപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറെയും മോഹൻലാൽ ഫാൻസ് സെർച്ച് ചെയ്ത ഒരു കാര്യമുണ്ട്: അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ. വീടിന്റെ ഉള്ളിൽ വെച്ച് ലൈവായി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുവെങ്കിലും അമ്മയെ സംസ്കാരത്തിനായി എടുത്ത് വീട്ടുവളപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലാലേട്ടന് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു തിരക്ക്. ഇതിൽ പലരും ലാലേട്ടനെ കാണാൻ നിൽക്കുന്നുവെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പലരും ലൈവ് വീഡിയോസ് കവർ ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള സംസാരവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. സംസ്കാരം കവർ ചെയ്യാൻ പക്ഷേ മാധ്യമങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. മകന്റെ കടമകൾ ചെയ്യാൻ അനുവദിക്കാനായിരുന്നു ലാലേട്ടനും കുടുംബവും അഭ്യർത്ഥിച്ചത്. എന്തുകൊണ്ടും അത് ഏറ്റവും നല്ല തീരുമാനമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ആരാധകർ കുറിച്ചത്. പക്ഷേ അപ്പോഴും ലാലേട്ടനെതിരെ സംസാരിക്കുന്നവർ പോലും സോഷ്യൽ മീഡിയയിലുണ്ട്. സംസ്കാര ചടങ്ങിനു ശേഷം മായയും അപ്പുവും വേഗം നടന്നു പോകുന്നതിനെക്കുറിച്ച് പോലും ചർച്ചകൾ സജീവമാണ്.